ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എക്സ്പോ 2020 സൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മളിതാ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മളെ എക്സ്പോ 2020 സൈറ്റിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 5:15. നമ്മൾ ഈ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് കൂളായി എല്ലാ വിശേഷങ്ങളും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസത്തോടെയാണ് ഇറങ്ങുന്നത്. കവർ ചെയ്യാൻ പറ്റും, കാരണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സ്പോ 2020 പോവാം. നമ്മളെ റൂമിൽ നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? ഒരു 5 കിലോമീറ്റർ. അതെ, അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് എക്സ്പോ 2020 യാത്ര എന്ന് പറയുന്നത്. നമ്മളെടുത്ത പാസിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേഷൻ. അപ്പോൾ 95 ദിർഹംസിന്റെ ഒരു ഒക്ടോബർ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോബർ മുഴുവൻ, ഈ മന്ത് മുഴുവൻ കാണാൻ പറ്റും. അത് മാത്രമല്ല, ഞങ്ങൾ കേട്ടിട്ടുള്ള വേറൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, അപ്ഡേഷൻ ത്രൂ വെബ്സൈറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒക്ടോബർ പാസ് അല്ലെങ്കിൽ ഡേ പാസ് വന്നിട്ട് നമുക്ക് 6 മന്ത് സീസൺ പാസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ വന്നിട്ട് എക്സ്ട്രാ എന്തോ ഒരു ചാർജ് അവർ ഈടാക്കും. ഒരു ഓൾമോസ്റ്റ് 150 ദിർഹംസിൻ്റെ അടുക്കാണ് നമ്മൾ അവിടെ എക്സ്ട്രാ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സീസൺ പാസ് ഒരു 450 ദിർഹംസ്, ഐ തിങ്ക് 450 ദിർഹംസ്, 495 ദിർഹംസിൻ്റെ ഒരു സീസൺ പാസ് എടുക്കുന്നതിനേക്കാളും എത്രയോ ബെസ്റ്റാണ് നമുക്ക് ഒരു ഡേ പാസ് അല്ലെങ്കിൽ ഒരു ഒക്ടോബർ പാസ് എടുത്തതിന് ശേഷം ആ പാസിനെ നമ്മൾ സീസൺ പാസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ട് എന്താണ് അതിനങ്ങനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, നമ്മൾ കേട്ടിട്ടുള്ളതും അതേപോലെ തന്നെ വെബ്സൈറ്റിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ വീഡിയോ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ ഇതാണ് കേട്ടോ. ഞങ്ങളെ ലൊക്കേഷനാണിത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഡിസ്കവറി ഗാർഡൻസ് എന്ന് പറയും. അപ്പോൾ ഡിസ്കവറി ഗാർഡൻസ് എന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. UAE പല ഭാഗത്തുള്ള മലയാളീസും ഇവിടെ താമസിക്കുന്നുണ്ട്. മലയാളീസ് ഐ മീൻ ബാച്ചിലേഴ്സായിട്ടും താമസിക്കുന്നുണ്ട്, ഫാമിലിയായിട്ടും ഒത്തിരി ഫാമിലീസ് താമസിക്കുന്ന ഒരു ഏരിയ ആണ്. മാത്രമല്ല, ഒരുപാട് പുതിയ പുതിയ ഫ്ലാറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം റൂമിനൊക്കെ ഒരുപാട് അവൈലബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അല്ലേ, ഒത്തിരി അവൈലബിലിറ്റി ഉള്ളത്. അത് മാത്രമല്ല, ഇപ്പം പോർഷ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈ ക്ലാസ്സുള്ള ടീംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ അൽഫുർജാൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതാ എക്സ്പോ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എക്സ്പോനെ നമ്മളിപ്പോൾ 3 സെക്ഷനായിട്ടാണ് ഇവർ തിരിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി സെക്ഷൻ, രണ്ടെന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി സെക്ഷൻ, മൂന്നാമത്തെന്ന് പറയുന്നത് മൊബിലിറ്റി സെക്ഷൻ. അങ്ങനെ 3 സെക്ഷനാണ് നമുക്ക് എക്സ്പോ ഉള്ളത്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഇപ്പം ഓപ്പർച്യൂണിറ്റി സെക്ഷനിലാണ്. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റി സെക്ഷനിലേക്കാണ് ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. Hi bro, opportunity parking. Opportunity parking is closed. Take U-turn and then U-turn, take right from the second round. Okay. Take U-turn and Second right now. മച്ചന്മാരെ, നമ്മളെ ഓപ്പർച്യൂണിറ്റി പാർക്കിംഗ് ഓൾറെഡി ഫിൽഡ് ആണ്. വേൾഡ് പാർക്കിംഗ് അല്ലേ? ഓക്കെ. സെക്കൻഡ് റൈറ്റ് ഇന്നല്ല പറഞ്ഞോ? എനിക്കൊന്നും അവിടെ ആയിരിക്കും.
അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി പാർക്കിംഗ് ഫിൽഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് പാർക്കിങ്ങിലേക്കാണ്. അല്ല, ഓപ്പർച്യൂണിറ്റി ഇതിലേക്കുള്ള പിന്നെ ബസ്സുകൾ ഇവിടുന്ന് അവൈലബിൾ അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നെ പോകാം ഫസ്റ്റ്. വെള്ളിയാഴ്ചല്ലടാ. അത് ഞാൻ 4 പെട്രോൾ കയറി ഇവിടെ പോകുമ്പോൾ അങ്ങോട്ട് 2 തിരിച്ചു വരുമ്പോൾ 2 4 അവര് നോൾക്കാട് ചെക്ക് ചെയ്തു. മറ്റോ ഇതിനുള്ളിൽ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, എല്ലാത്തിലും വന്ന് അവർ ചെക്ക് ചെയ്തു. നമ്മളിപ്പോ ഇടുന്നത് ഇന്നത്തേക്കാണ് കേട്ടോ. ഓ, അവിടെ ക്യൂ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സസ്റ്റൈനബിലിറ്റി പോണോ? ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ പോവാണോ? നമ്മളെ ബസ്സിലേക്കുള്ള എന്ന് വെച്ചാൽ ഓരോ പാർക്കിംഗ് സെക്ഷനിൽ ഇപ്പം വേൾഡ് പാർക്കിംഗ് സെക്ഷനിൽ ഓപ്പർച്യൂണിറ്റി പാർക്കിംഗ് അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക സസ്റ്റൈനബിലിറ്റി ഓരോ സെക്ഷനിലേക്കുള്ള ആൾക്കാരാണ്, ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ബസ്സിൽ കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഓരോ സെക്ഷനിലേക്ക് പോകുന്നത്. ഈ 3 സെക്ഷൻ ഓരോ സെക്ഷനിലേക്ക് എല്ലാം സെയിം ആയിരിക്കും. എൻട്രി മെയിൻ എൻട്രി ഗേറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബസ്സുകൾ എനിക്ക് മേ ബി സെക്യൂരിറ്റി ഗേറ്റിലേക്കായിരിക്കും. ഡയറക്റ്റ് സെക്യൂരിറ്റി ഗേറ്റിലേക്കായിരിക്കും ഇതാ. മൊത്തം ആക്ച്വലി നമുക്ക് 4 പാർക്കിംഗ് ഇല്ല അന്നേരം വേൾഡ് അടക്കം ഇതാ. ഇവിടെ ഒരു QR കോഡ് വന്നിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ QR കോഡ് വന്നിട്ട് മൊബൈലിലേക്ക് എടുത്തോ. നമ്മളിപ്പം QR കോഡ് വന്നിട്ട് മൊബൈലിലേക്ക് എടുക്കുകയാണ്. ഇതാ സ്പോട്ടിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തത് ആ പാർക്കിംഗ് സ്ലോട്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഡൗൺ സൈഡിലായിട്ട് വേൾഡ് പാർക്കിംഗ് ഷട്ടിൽ ഫ്രം ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റ്, അതിൽ റൂട്ടും അതേപോലെ തന്നെ ബസ്സിൻ്റെ നമ്പർ വരെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഏത് ബസ്സാണ് പോകേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ വരെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്നതാണ്. ഇത് നമ്മളെ W7 വേൾഡ് പാർക്കിംഗ് എന്നുള്ള ബസ്സാണ് നമ്മൾ കാണുന്നത്. താങ്ക് യു. ഗുഡ് സർ. ഇത്തരം ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ബസ്സിലുണ്ട് കേട്ടോ. നമ്മളെ കിഡ്സിന് കയറാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസാണ്. അപ്പം നമുക്ക് ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ കിഡ്സിൻ്റെ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളാണ്. അപ്പം നമ്മളെ പഴയ അബുദാബി ബസ് അത് തന്നെ കാരണം പുഷ് ബാക്ക് സീറ്റോട് കൂടിയിട്ടുള്ള. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഇവിടെ ബസ്സിലൊരു ഡിസ്പ്ലേ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് പാർക്കിൽ നിന്നും ഓപ്പർച്യൂണിറ്റി ഗേറ്റിലേക്ക് എത്ര മിനിറ്റ്സാണ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ആണ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 12 മിനിറ്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി സെക്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് നമുക്ക് എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയർ എന്നുള്ളത് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി പാർക്കിംഗ്, ഇത് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ല, ഓപ്പർച്യൂണിറ്റി പാർക്കിങ്ങിനാണ് എത്തിയിരിക്കുന്നത്.
നമുക്കിവിടെ ഓൾമോസ്റ്റ് എല്ലാ നാഷൻസിൻ്റെ ഫ്ലാഗ്സ് കാണാം. ഇവരെ പാർട്ടിസിപ്പേറ്റിംഗ് 193 ഫ്ലാഗ്സ് ഉണ്ടായിരിക്കും. 193 ഫ്ലാഗ്സ് ഇതാ എക്സ്പോൻ്റെ എൻട്രൻസ് അല്ല ആക്ച്വലി അത്. ഇതാണ് ടിക്കറ്റ് സെക്ഷനാണിത്. അപ്പോൾ എക്സ്പോ 2020 എൻട്രൻസ് ആണിത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എക്സ്പോ 2020 എന്നുള്ള ഒരു ബാഡ്ജിങ്ങോട് കൂടിയിട്ട്. അപ്പം നമ്മളെ പവിലിയൻസിൻ്റെ ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ഇതാണ് നമ്മളെ എക്സ്പോ 2020 ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതുള്ളത്. ഇപ്പോൾ ആക്ച്വലി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, സ്റ്റീൽ കമ്പിയാണെന്ന് തോന്നുന്നു. ഒന്ന് ടച്ച് ചെയ്ത് നോക്കട്ടെ. അല്ല, ഇത് സ്റ്റീൽ കമ്പി അല്ല കേട്ടോ, ഇത് വുഡാണ്. അതാ ഇത് വുഡല്ലടാ, മുട്ടിയൊക്കെ വുഡല്ലേ ഇത്? പക്ഷേ അത് ഇതായിരിക്കും, വുഡാണ് എനിക്ക് തോന്നുന്നു. ഇതാ ഇതിൻ്റെ അകത്ത് ചിലത് മാത്രം മെയിൻ അതും വുഡാണ്. അല്ലല്ല, അത് അതിന് പുറത്ത് ഇത് കൊടുത്തേക്കാണ്, ക്ലാഡിങ് പോലെ കൊടുത്തേക്കാണ് സ്റ്റീലിന്റെ പുറത്ത്, അല്ലാണ്ട് ഇതിങ്ങനെ നിൽക്കില്ല. മേ ബി ഇൻസൈഡ് വന്നിട്ട് സ്റ്റീൽ ഉണ്ടാവാം, പക്ഷെ അതിന് കവർ ചെയ്തിരിക്കുന്നത് ഒരു മുളയൊക്കെ പോലുള്ള എന്തോ ഒരു വുഡിൻ്റെ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു സീറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ UAE ഒരു ഫ്ലാഗും. രണ്ടാമത് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞത് എവിടെയായിരുന്നു? ഇതാണ് നമ്മളെ എൻട്രൻസ്. നമ്മളപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ടിക്കറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് നമ്മളിപ്പോൾ കയ്യിലുള്ള ടിക്കറ്റ് വന്നിട്ട് സീസൺ ടിക്കറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ 15-ാം തീയതി വരെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുമെന്നാണ്. നമുക്ക് അവിടെ ചെന്നതിന് ശേഷം അഥവാ ഇനിയും എക്സ്ട്രാ ഡേറ്റ് അവൈലബിൾ ആണോ എന്നതും കൂടി നമുക്കൊന്ന് എൻക്വയറി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കും അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. അവിടെയാണ് രണ്ട് കൗണ്ടർ. മോസ്റ്റ്ലി അതായിരിക്കും ഓഫീസർ പറഞ്ഞത്. ഇവിടെ വളരെ സൗകര്യമായിരിക്കും, തിരക്കൊന്നുമില്ലല്ലോ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് റഷായിരുന്നല്ലോ. അപ്പം നമ്മളിപ്പോൾ രണ്ടാമത് ടിക്കറ്റ് സെയിൽസിൻ്റെ കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. 95 ദിർഹംസിൻ്റെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ 150 ദിർഹംസ് എക്സ്ട്രാ പേ ചെയ്തുകൊണ്ട് നമുക്കിതാ സീസൺ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. സീസൺ പാസ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് നമ്മളെ മൊബൈൽ ആപ്ലിക്കേഷനിൽ വന്നിട്ട് ഒരു അപ്ഡേഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് ഇത്രയും നേരം ഈ പാസ് കാണിച്ചുകൊണ്ടിരുന്നത് ഒക്ടോബർ പാസ് എന്നാണ്. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഇറ്റ്സ് അപ്ഗ്രേഡഡ് എന്നുള്ള രീതിയിലേക്കായി മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. എനിവേ നമ്മളെ കയ്യിലിപ്പം ഈ ഒരു 245 ദിർഹംസിൻ്റെ എന്താ പറയുക എക്സ്പോ 2020 സീസൺ പാസ് 6 മാസത്തേക്കുള്ള പാസ്സാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി വരുന്ന നെക്സ്റ്റ് ഫ്രൈഡേ വരെ ഒരു 1 വീക്കാണ് അവർ ഈ എക്സ്റ്റൻഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ വരെ ഈ ഒരു സീസൺ ടിക്കറ്റ് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം അവർ പറഞ്ഞത് കറൻ്റ്ലി നെക്സ്റ്റ് ഫ്രൈഡേ വരെയാണ് അവരിത് കൊടുക്കുന്നതെന്നാണ്. നമ്മളെ
ഇത് ഗ്രീൻ പാസ് ലൈക്ക് വാക്സിനേഷൻ എടുത്തുന്നുള്ള അത് കാണിച്ചതിന് ശേഷം സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് നടന്നത്. സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് വന്നു. അവർ വീണ്ടും നമ്മളെ ടിക്കറ്റ് വന്നിട്ട് QR കോഡ് സ്കാൻ ചെയ്തു. നമ്മളെ വാക്സിനേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്ത ശേഷം നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാസ്പോർട്ട് സെക്ഷൻ. ഇത് ഒഫീഷ്യൽ സ്റ്റോർ ആണല്ലേ. നമുക്കിവിടെ ഒരുപാട് ടോയ്സും ഇപ്പം നമ്മളെ ജീരാനി ഇതാ നമ്മളെ എക്സ്പോ പാസ്പോർട്ട് 3 വാങ്ങിക്കുകയാണ്. എക്സ്പോ പാസ്പോർട്ട് 2020 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ അകത്ത് വന്നിട്ട് 193 പവലിയൻസിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ സീല് നമ്മളിപ്പം എയർപോർട്ടിൽ നിന്ന് നമ്മൾ സീൽ ചെയ്യുന്ന പോലെ നമുക്ക് 193 പവലിയൻസിൻ്റെ സീല് നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ വന്നിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഫോട്ടോ പേസ്റ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മളെ നെയിം, സർനെയിം, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ഇഷ്യൂ, വാലിഡിറ്റി ഡേറ്റ്, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പേജുകൾ നമ്മളെ നോർമൽ പാസ്പോർട്ട് പോലെ തന്നെയുള്ള പേജുകളും പേജ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ Mr. Bojangles, come back and dance, That was Mr. Bojangles. Mr. Bojangles, fly. That was Mr. Bojangles, come back and dance. This is who I'm meant to be. This is me.